ഗോവയിലെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇവിടെ നമുക്ക് ചീപ്പ് റേറ്റിൽ നല്ല ഇവിടുത്തെ സ്റ്റൈലിലുള്ള ഡ്രസ്സൊക്കെ കിട്ടുന്നതാണ് പറയുന്നത്. നമുക്കതൊന്ന് പോയി നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. ഒരു ചീപ്പ് റേറ്റ് ഒന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഹെയർ ബ്രീഡിങ് ഇവരുടെ സ്റ്റൈല് നമ്മുടെ ഹെയർ ഇങ്ങനെ മുടി ഇങ്ങനെ പിന്നെ തരുന്ന സാധനം കേട്ടോ. പിന്നെ ഒരു പാദസരം വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ബാഗ ബീച്ചിലേക്കായിരുന്നു. പിന്നെ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇവിടെ ഇരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ നമുക്ക് എടുത്തിട്ട് ഫോട്ടോ അപ്പോൾ തന്നെ ഇതാക്കി തരും. നമുക്ക് ഫോണിൽ വേണമെങ്കിൽ ഫോണിൽ അവർ സെൻഡ് ചെയ്ത് തരും. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. അപ്പം ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുക. നല്ല റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. നല്ല ഫുഡ് കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ ലൈം ജ്യൂസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ എല്ലാ ഐറ്റംസും വന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ സ്റ്റേ ഇവിടെ കേട്ടോ. വെൽക്കം ഡ്രിങ്ക് നമ്മളോട് ജ്യൂസ് വേണോ ബിയർ വേണോ എന്ന് ചോദിച്ചു. വെൽക്കം ഡ്രിങ്ക് ഇതാട്ടോ. എനിക്ക് ജ്യൂസ്. വേറെ ഏത് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടത്തില്ല. എത്ര ബിയർ വേണമെങ്കിലും കിട്ടും വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. ഈ ബിൽഡിംഗ് ഓർഡർ തന്നെ. നമ്മളെവിടെ പോന്നേ? എവിടെ പോന്നേ നമ്മള്? അതെവിടെയാ? പൻജിം, ഗോവ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പോൾ കാസിനോയിൽ ഇങ്ങനെ വന്നേക്കാണ്. വെള്ളത്തിൻ്റെ നടുക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഈ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ കാസിനോ പ്രൈഡിലേക്ക് പോകും. അവിടെയാണ് ഇവരുടെ കപ്പൽ കിടക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിലാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതും അവിടെ തിരിച്ചു കൊണ്ടുവരുന്നത്. കുറച്ചുകൂടി ആൾക്കാരായി കഴിയുമ്പോൾ പോകുമായിരിക്കും. ടൈമുണ്ട്, 15-20 മിനിറ്റ് ഇടവിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഇന്ന് ആൾക്കാർ കുറവൊന്നുമില്ല. രാത്രി കുറച്ചുകൂടി രാത്രി ഇങ്ങനെ കൂപ്പണും കയ്യിൽ ടാഗൊക്കെ കിട്ടും. നമുക്കിത് നാളെ 6 മണി വരെ ഇതിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താണ് സംഭവം നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇവർ നമുക്ക് ഫോണൊന്നും അലോ ചെയ്യില്ല. ഫോൺ നമുക്ക് ക്യാമറ ഇതൊന്നും ഓണാക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കണ്ടു.